എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി റീവാലുവേഷനായിട്ടുള്ള അപേക്ഷകൾ, അതുപോലെ സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 4 തീയതി വരെ നിങ്ങൾ ഏത് സ്കൂളിലാണോ +1 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷയും അപേക്ഷാ ഫീസും നൽകാവുന്നതാണ്. റീവാലുവേഷന് 500 രൂപയും ഫോട്ടോകോപ്പിക്ക് 300 രൂപയും സ്ക്രൂട്ടിനിക്ക് 100 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെ ഈ റീവാലുവേഷൻ ഫോം പൂരിപ്പിക്കുക എന്നുള്ളതും അതിനുശേഷം സ്ക്രൂട്ടിനി, ഫോട്ടോകോപ്പി, അതുപോലെ തന്നെ ഈ ഒരു റീവാലുവേഷൻ്റെ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ റീവാലുവേഷൻ്റെ നോക്കാം. റീവാലുവേഷൻ ഫോമിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് സെക്കൻഡ് ഇയർ ഉള്ളിടത്ത് ആ ഒരു സെക്കൻഡ് എന്നുള്ള ഇത് തടയുക. അതിനുശേഷം ഫസ്റ്റ് ഇയർ ഈ ഒരു അതായത് മാർച്ച് 2024 എന്ന് ടൈപ്പ് ചെയ്യുക. അതായത് ടൈപ്പല്ല എഴുതുക. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഉദാഹരണത്തിന് അമൽ എന്നാണ് നിങ്ങളുടെ പേര് എങ്കിൽ ഒരു അമൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇനീഷ്യൽ അടക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ +1ൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ +1 പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ നമ്പർ അതായത് സ്കൂളിൻ്റെ കോഡും ഉണ്ടാകും, അത് കറക്റ്റായിട്ട് അതായത് എഴുതി വെക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ +1ൻ്റെ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ സ്കൂളിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. അടുത്തത് നിങ്ങളുടെ ജില്ല ഏതാണ്, അതായത് നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് ഇവിടെ എഴുതുക. അതിനുശേഷം അടുത്ത പേജിലായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ളത് നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷനായിട്ട് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന ഇവിടെ SL നമ്പർ എന്ന് കാണാം, അത് സീരിയൽ നമ്പർ എന്നുള്ളതാണ്. അത് സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3 ഈ രീതിയിലുള്ള നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്ര വിഷയമാണ് റീവാലുവേഷൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ് വരിക. ഇവിടെ പാർട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. പാർട്ട് എന്നുള്ളിടത്ത് പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ പാർട്ട് 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ. അത് ബാക്കിയുള്ള സബ്ജക്റ്റുകളാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 3 എന്നുള്ളത് ബാക്കിയുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇംഗ്ലീഷും ഫിസിക്സുമാണ് റീവാലുവേഷൻ കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഇംഗ്ലീഷിൻ്റെ പാർട്ട് 1 എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, അതായത് എഴുതുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു. ഇംഗ്ലീഷിന് ലഭിച്ച TE മാർക്ക്, അതായത് TE മാർക്ക് എത്രയാണോ ആ ഒരു മാർക്കാണ് എഴുതേണ്ടത്. അപ്പോൾ TE മാർക്ക് എനിക്കിപ്പോൾ ഒരു 20 മാർക്ക് കിട്ടിയുള്ളൂ. 4 മാർക്ക് ജയിക്കാൻ കുറവുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 20 മാർക്ക് എഴുതുന്നു. CE മാർക്കല്ല, TE മാർക്ക് മാത്രമേ അവിടെ എഴുതേണ്ടതുള്ളൂ. ഇനി അടുത്തതായിട്ടുള്ളത് പാർട്ട് 3 ആയിട്ടുള്ള ഫിസിക്സ് ആണ്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം അല്ലെങ്കിൽ ഹിന്ദി ഇതുപോലുള്ളതാണ്. എനിക്കിപ്പോൾ ഫിസിക്സിൻ്റെ അടുത്താണ് റീവാലുവേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ ഫിസിക്സിൻ്റെ ആ ഒരു പാർട്ട് 3 എന്ന് അവിടെ എഴുതുന്നു. അതിനുശേഷം ഞാൻ ഫിസിക്സ് എന്ന് എഴുതുന്നു. ഫിസിക്സിന് ലഭിച്ച TE മാർക്ക്, അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നു. എനിക്ക് ഒരു 19 മാർക്ക് കിട്ടി. എനിക്കൊരു 30 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ 19 മാർക്ക് കിട്ടിയതുകൊണ്ട് 19 എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റ്, അതായത് റിസൾട്ട് നോക്കിയപ്പോൾ ലഭിക്കുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് ഇതിനോടൊപ്പം കോപ്പി ഇതിനോടൊപ്പം നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കോപ്പി നൽകുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ സ്ക്രൂട്ടിനിക്ക്, അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ വീണ്ടും സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്ക്രൂട്ടിനിക്ക് കൂടി വേണമെങ്കിൽ അപേക്ഷിക്കാം, അത് നിർബന്ധമൊന്നുമല്ല. അപ്പോൾ ഞാനിപ്പോൾ അപേക്ഷിക്കാത്തതുകൊണ്ട് നോ എന്ന് ടിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ സെൻഡ്, അത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളത് ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ബാക്കി അഡ്രസ്സ് ഡീറ്റെയിൽസ് എഴുതുക, പിൻകോഡ് എഴുതുക. അതിനുശേഷം ഫോൺ നമ്പർ ഇവിടെ അതായത് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണ് അത് സിഗ്നേച്ചർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്ലേസ് ഏതാണ്, അന്നത്തെ ഡേറ്റ് ഏതാണെന്ന് അതായത് ടൈപ്പല്ല എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഫോം സ്കൂളിൽ നൽകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു റീവാലുവേഷൻ്റെ ഫീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ 500 രൂപയാണ് ഫീസായിട്ട് വരിക. ഇനി സ്ക്രൂട്ടിനിയുടെയും ഇതേ സിമ്പിൾ തന്നെ ആ ഒരു മെത്തേഡ് തന്നെ സിമ്പിളായിട്ട് പൂരിപ്പിക്കാവുന്നതാണ്. ഈ സെക്കൻഡ് ഇയർ എന്നുള്ള തടയുക. അതിനുശേഷം മാർച്ച് 2024 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം ചെയ്ത സ്കൂളിൻ്റെ പേരും സ്കൂളിൻ്റെ കോഡും നിങ്ങളുടെ ജില്ല എന്നിവ എഴുതുക. അതിനുശേഷം അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് പഠിക്കുന്നത് ആ ഒരു ജില്ലയാണ് അവിടെ ടൈപ്പല്ല എഴുതേണ്ടത്. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷമാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു കാര്യം തന്നെയാണ്
സീരിയൽ നമ്പർ എന്ന് വെച്ചാൽ 1, 2, 3. പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ്, പാർട്ട് 3 ബാക്കിയുള്ള സബ്ജക്റ്റുകൾ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെയാണ് എഴുതുന്നത് അതിനനുസരിച്ച് പാർട്ട് എന്നുള്ള ഭാഗത്ത് എഴുതിയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു നെയിം ഓഫ് പേപ്പേഴ്സ് ചോദിക്കേണ്ടത് അത് ഏതാണ്. പാർട്ട് 1 ആണെങ്കിൽ ഇംഗ്ലീഷാണ്, നിങ്ങൾ പാർട്ട് 2 ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ പാർട്ട് 3 ആണെങ്കിൽ ബാക്കി വരുന്ന സബ്ജക്റ്റുകളാണ്. ബാക്കി വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇവയാണ് എഴുതുന്നതെങ്കിൽ പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സബ്ജക്റ്റിൻ്റെ പാർട്ടും 3 ആയിട്ടാണ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ നിങ്ങൾ ഏതാണ് സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിന് ലഭിച്ച TE മാർക്കും കറക്റ്റായിട്ട് നേരത്തെ ഇതുപോലെ തന്നെ രേഖപ്പെടുത്തുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഇതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൻ്റെ കോപ്പി വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്ന് വെക്കുക. അതുപോലെ നിങ്ങൾ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് ടിക്ക് ചെയ്യുക. അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേരും അതുപോലെ അഡ്രസ്സും നൽകുക. അതിനുശേഷം പിൻകോഡും അതുപോലെ തന്നെ ഫോൺ നമ്പറും നൽകുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക, ഇവിടെ പ്ലേസ്, ഇവിടെ ഡേറ്റ് എന്നിവ ഇടുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു അതായത് സ്ക്രൂട്ടിനിയുടെ ആ ഒരു ഫീസ് 100 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി നേരത്തെ ഉള്ള ഫോമിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് തടയുക. അതിനുശേഷം മാർച്ച് 2024 എന്ന് എഴുതുക. നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം എഴുതിയ സ്കൂളിൻ്റെ പേരും സ്കൂളിലെ കോഡും എഴുതുക. നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന റവന്യൂ ജില്ല അതായത് ജില്ല ഏതാണെന്ന് എഴുതുക. ഇനി അടുത്തതായിട്ടുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് എഴുതുക. എനിക്കിപ്പോൾ മലയാളം വേണ്ട, എനിക്കിപ്പോൾ മാത്സിൻ്റെ ഫോട്ടോ കോപ്പി വേണം. അപ്പോൾ ഞാനിവിടെ പാർട്ട് 3 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കാരണം പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 എന്ന് പറയുന്ന സെക്കൻഡ് ലാംഗ്വേജാണ്, ബാക്കിയാണ് പാർട്ട് 3 വരുന്നത്. അതിനുശേഷം ഞാനിവിടെ മാത്സ് എന്ന് എഴുതുന്നു. അതിന് ലഭിച്ച സ്കോർ എത്രയാണെന്നുള്ളത് ഞാനിവിടെ അത് TE മാർക്ക് എത്രയാണ് എഴുതുന്നു. അതിനുശേഷം ഫോട്ടോ കോപ്പി ലഭിക്കേണ്ട നമ്മുടെ അഡ്രസ്സ് എന്താണ്, ആ ഒരു അഡ്രസ്സാണ് ഇവിടെ പേര്, അതുപോലെ തന്നെ വിലാസം, പിൻകോഡ്, ഫോൺ നമ്പർ എന്നിവ നൽകുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുന്നു. അതിനുശേഷം പ്ലേസ്, ഡേറ്റ് എന്നിവ നൽകുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനനുസരിച്ച് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് ഏതൊക്കെയാണ് വേണ്ടത്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും വാലുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ്, സ്ക്രൂട്ടിനി വേണോ, ഫോട്ടോ കോപ്പി വേണോ, അതുപോലെ തന്നെ റീവാലുവേഷൻ വേണോ, ഇതിന് നിങ്ങൾക്ക് ഏതൊക്കെ ആവശ്യമുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ജൂൺ 4-ാം തീയതി വൈകിട്ട് 5 മണിക്കകം വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷകൾ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നൽകേണ്ടതാണ്. റീവാലുവേഷന് 500 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയും സ്ക്രൂട്ടിനിക്ക് 100 രൂപയുമാണ് ഫീസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനയാണ്. ജസ്റ്റ് നിങ്ങളുടെ പേപ്പറിൽ എവിടെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് റിസൾട്ടിൽ കൂടുതലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.